ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വർഷ കുഞ്ഞിനെ നശിപ്പിക്കുക എന്നുള്ളൊരു പേടിയോടുകൂടി സച്ചിയും രേവതിയും അവളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് വർഷയുടെ കൂടെ ഇന്ന് കിടക്കണമെന്നും പറഞ്ഞ് രേവതി വന്ന് വർഷയുടെ റൂമിൽ കിടക്കാനും ഇരുന്നു. ആ സമയത്ത് വർഷയെ ഉപദേശിക്കാനൊക്കെ തുടങ്ങുക. അപ്പോൾ വർഷയ്ക്ക് ഇതൊന്നും കേട്ടിട്ടങ്ങ് ഇഷ്ടപ്പെടുന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രേവതി ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ സ്വഭാവം അതീവ വിചിത്രമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു ആളായിരുന്നു. പൂന്തോട്ടവും പൂക്കളും ഒന്നും ഇഷ്ടമല്ലാത്ത ആരെങ്കിലുമൊക്കെ കാണുമോ? എന്നാൽ ആ പെൺകുട്ടിക്ക് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു എന്ന് രേവതി പറയാട്ടോ. ഇതൊക്കെ കേട്ടിങ്ങനെ വർഷം കിടക്കും. വീട്ടിൽ ആരെങ്കിലും പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അവൾക്കതിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവളുടെ കിടപ്പുമുറിയുടെ ജനാലയ്ക്കരികിൽ പുറത്തൊരു റോസാ ചെടി വളർന്നു. അവളിങ്ങനെ നോക്കുക. ആദ്യമൊന്നും അവൾ അതിനെ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും രാവിലെ ആ ചെടിയും അതിലെ റോസാപ്പൂക്കളും ഒക്കെ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങനെ പതുക്കെ പതുക്കെ അവൾക്ക് ഇഷ്ടമില്ലാതിരുന്ന ആ പൂവിനോട് അവൾക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങി. പിന്നെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൂവിനോട് അവൾ കഥ പറയാൻ തുടങ്ങി, ആ പൂവിനോട് സംസാരിക്കാൻ തുടങ്ങി, അതിന് പാട്ട് പാടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി വലിയൊരു കാറ്റും മഴയും വന്നു. കാറ്റിലും മഴയിലും ആ ചെടി നശിച്ചു പോകുമോ എന്നുള്ളത് അവൾ ഒരുപാട് ഭയന്നു. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് രേവതി പറയാട്ടോ. അപ്പോൾ അവളുടെ അമ്മ അവളോട് ചോദിച്ചു, നിനക്ക് ആ ചെടി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ എന്ന്. അപ്പോഴത്തേക്കും വർഷയ്ക്ക് ഉറക്കാൻ വരുന്നുണ്ട്. ഇങ്ങനെ വർഷം ഉറങ്ങി പോകട്ടോ. അപ്പോൾ അവൾ അമ്മയോട് മറുപടി പറഞ്ഞു, ആദ്യം എനിക്കിഷ്ടമായിരുന്നില്ല, പക്ഷേ അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വർഷം ഉറങ്ങിപ്പോയി. വർഷയെന്നും പറഞ്ഞ് വിളിച്ചു. വർഷം ഉറങ്ങിയെന്ന് രേവതിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പം രേവതി ഇങ്ങനെ വർഷയെ തന്നെ നോക്കി അവിടെ ഇരിക്കുവാണ്. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ മുകളിൽ ഞാൻ ജീവിതത്തിൽ തോറ്റുപോയെന്നും പറഞ്ഞു ബീറും കുടിച്ച് തന്നെ ഇന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ സുധി ഒറ്റപ്പെട്ടു പോയി. സുധിക്കാരുമില്ല. ഇപ്പോൾ ആരുമില്ല, എനിക്ക് ആരുമില്ല, തരിച്ചായി, ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കും. ഒന്നിച്ചിരുന്ന് ബീറടിക്കാൻ പോലും എൻ്റെ കൂടെ ആരും വരുന്നില്ല, ഞാൻ വലിയൊരു തോൽവിയായിപ്പോയെന്നൊക്കെ പറഞ്ഞ് സുധി ഭയങ്കര കരച്ചിലും പറച്ചിലും. ഈ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന വർഷയുടെ തലയിലൊക്കെ തലോടി നമ്മുടെ രേവതി ഇങ്ങനെ കാവലിരിക്കുക കേട്ടോ, ഉറങ്ങാതെ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മധുവേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മഹിമ മധുവേട്ടാ വാ മധുവേട്ടൻ എന്ന് പറഞ്ഞു വിളിക്കുക, നമുക്ക് ഇറങ്ങിയാലോ, അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും സ്വീറ്റ്സും ഒക്കെ നമുക്ക് പോണ വഴി വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴേക്കും മഹിമേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു, അവളെ കാണാൻ നീ എന്നും തനിച്ചല്ലേ പോകുന്നത്, ഇന്നും അങ്ങനെ തന്നെ പോയാൽ മതി, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. വരുന്നില്ലെന്നോ? എന്നത്തെ പോലെയാണോ ഇന്ന്? ഈ പറയുന്നത്? മധുവേട്ട, നമ്മുടെ മോള് പ്രഗ്നൻ്റാ, അവളിന്ന് കാണണമെന്ന് തോന്നിയില്ലേ നിങ്ങൾക്ക്? മഹിമേ, അവളിന്ന് നമ്മുടെ മകൾ മാത്രമല്ല ഒരുത്തൻ്റെ ഭാര്യ കൂടിയാണെന്ന് ഭർത്താവ് പറയുന്നു. ഞാൻ വെറുക്കുന്ന ഒരുത്തൻ്റെ മകൻ്റെ ഭാര്യ, ആളുകൾക്ക് മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ച, എന്നെ തല്ലി ഒരുത്തൻ്റെ അനുജൻ്റെ ഭാര്യയാണെന്നൊക്കെ മധുസൂദനൻ ഇങ്ങനെ മഹിമയോട് പറയുന്നു. അവരുടെ വീട് ഇന്ന് അവളുടെ വീടാ, ആ വീട്ടിലേക്ക് ഈ ജന്മം പോവില്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മഹിമയെന്ന് ചോദിച്ചു. മധുവേട്ട, നമ്മൾ ആ വീട്ടുകാരെ കാണാനല്ലല്ലോ പോകുന്നത്, നമ്മുടെ മോളെ കാണാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പം എൻ്റെ വാക്ക് കേൾക്കാതെ പോയവളല്ലേ അവള്. അവൾക്കിപ്പോൾ ഭർത്താവും പുതിയ കുടുംബവും ഒക്കെ ഉണ്ട്, പിന്നെ എന്തിനാ ഈ അച്ഛൻ്റെ ആവശ്യം എന്താ? അവൾക്ക് അവരു മതി, ഞാൻ വരുന്നില്ല എന്ന് മധുസൂദൻ പറയുമ്പം ആരുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും പകരാവില്ലല്ലോ എന്ന് മഹിമ അന്നേരം പറയാട്ടോ. ഈ സമയത്ത് നിങ്ങൾ അവളെ കാണാൻ പോയില്ലെങ്കിൽ അവൾക്കത് വലിയ വിഷമമാകുമെന്ന് മഹിമ മധുസൂദനോട് പറയാം. അപ്പോൾ എനിക്കതങ്ങനെ തോന്നുന്നില്ല മഹിമ, ഈ വർഷത്തിനിടയിൽ ചെറിയൊരു വിടവ് ഞങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് എന്നിങ്ങനെ അദ്ദേഹം പറയുമ്പം എൻ്റെ പൊന്നു മധുവേട്ട, അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല. അച്ഛനും അമ്മയെന്ന് പറഞ്ഞാലേ അവൾക്ക് അന്നും ഇന്നും ജീവനാ. മറ്റുള്ളവരെ പോലെ സ്നേഹം പ്രകടിപ്പിക്കാൻ അവൾക്ക് അറിയില്ല. ശ്രീകാന്തിനോടും അവൻ്റെ അച്ഛനോടുമുള്ള വാശി നിങ്ങൾ അവളോട് കാണിക്കരുത് കേട്ടോ. അവളെ കാണാൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പം മഹിമേ നീ പോയാൽ മതി, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാതെ? അവളൊരു അമ്മയാവാൻ പോവല്ലേ എന്ന് ചോദിച്ചു മഹിമ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും അനുഗ്രഹവും ഒക്കെ ഏറ്റവും അധികം കിട്ടേണ്ട സമയമാണിത്, നിങ്ങൾ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മഹിമ ഇങ്ങനെ പറയാം. മഹിമ നിർബന്ധിച്ച് മധുസൂദനെ കൊണ്ടുവന്ന് ശ്രമിക്കുകയാണ്. മധുവേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? അവൾ മാത്രമായിരുന്നില്ലേ നിങ്ങളുടെ ലോകം, അവൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചത്? എനിക്കറിയാം ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണെന്ന്. നിങ്ങൾ അവൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയാം കേട്ടോ. നിങ്ങൾ വാ, നമുക്ക് അവളെ കണ്ടിട്ട് വരാം, ആ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് മധുസൂദനൻ വീണ്ടും നീ വെറുതെ സംസാരിച്ച് സമയം കളയണ്ട, ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് മധുസൂദനൻ പറഞ്ഞപ്പോൾ മധുവേട്ടാ, ഈ സമയത്ത് നമ്മുടെ മോളെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്ന് മഹിമ ചോദിച്ചു. പിന്നെ ഇന്ന് ഓരോ ദിവസത്തേക്കെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്കുക, അപ്പം നീ ചെല്ലും മഹിമയെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് മഹിമയെ പറഞ്ഞു വിടാനായിട്ട് മധുസൂദനൻ നോക്കുന്നു. എന്നിട്ട്
റൂമിൽ കയറി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. നമ്മുടെ വർഷയുടെ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെയുള്ള ആൽബങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കുന്നു. എന്നിട്ട് കുറേ കരഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ്. ആ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി കേട്ടോ. രേവതിയാണെന്നുണ്ടെങ്കിൽ ഉറക്കം വന്നിട്ട് രക്ഷയില്ല, രാത്രി ഉറങ്ങിയില്ലല്ലോ. അപ്പോൾ രാവിലെ ഇരുന്ന് ഇങ്ങനെ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുന്നു. സച്ചി വന്ന് നോക്കുമ്പോൾ രേവതി ഉറക്കം തൂങ്ങിയിരുന്ന് ഇങ്ങനെ മാല കെട്ടുക. അപ്പോൾ സച്ചി വന്നിട്ട് ഇത് എന്നതാ ഞാൻ ഈ കാണുന്നേ? അപ്പോൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? അല്ല, ഉറക്കം തൂങ്ങിക്കൊണ്ട് നീ മാല കെട്ടുന്നതുകൊണ്ട് ചിരിച്ചതാ, നല്ല രസമുണ്ട് കാണാനെന്ന് സച്ചി രേവതിയോട്. നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് അതുവഴി വരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ശ്രീകാന്ത് ഒളിച്ച് നിന്ന് കേൾക്കും കേട്ടോ. അപ്പോൾ ഇല്ല, ഞാൻ ഉറങ്ങാനല്ലല്ലോ അവളുടെ അടുത്തേക്ക് പോയത്, അവൾക്ക് കാവലിരിക്കാനല്ലേ എന്ന് രേവതി ചോദിക്കുന്നതൊക്കെ ശ്രീകാന്ത് കേൾക്കുക കേട്ടോ. അപ്പോൾ അത് കേട്ടൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ നീ അവളോട് സംസാരിച്ചോന്ന് ചോദിച്ചു സച്ചി. അങ്ങനെ കൂടുതലായിട്ടൊന്നും സംസാരിച്ചില്ല, ഒന്ന് സൂചിപ്പിച്ചിരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കഥയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു. അതിൽ പരോക്ഷമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വിഷയമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം അതെന്തായാലും നന്നായി. നേരാവണ്ണം പറഞ്ഞാൽ ചില കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല. കഥയിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാകും. വർഷ ഒരു കുട്ടിയാണല്ലോ. അങ്ങനെ ഇരിക്കെ അതെ ശ്രീകാന്ത് ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം നീ വർഷയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങിയെന്ന് സച്ചി പറയും. അപ്പോൾ ശ്രീകാന്ത് ഇതൊക്കെ കേട്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. രാത്രി നീ ഉറങ്ങിയെന്ന് കരുതി അവൾ ഈ ഡാൻസ് പോലുള്ള കലാപരിപാടികളിൽ ഒപ്പിക്കാൻ നോക്കിയോന്ന് ചോദിച്ചപ്പം ഇല്ലില്ല, പേടിക്കാനൊന്നും ഇല്ല സച്ചേട്ടാ. അതെ പതിയെ അവളുടെ മനസ്സങ്ങ് മാറിക്കോളുമെന്ന് രേവതി പറയുമ്പം എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് സച്ചി പറഞ്ഞു. അത് പിന്നെ പറയണോ സച്ചേട്ടാ, അവൾ അമ്മയാകുന്നത് വരെ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് രേവതി പറയാം. നമ്മുടെ അനിയത്തിക്കുട്ടിയല്ലേ സച്ചേട്ടാ, ഇനി നമുക്ക് ഊണും ഉറക്കവും ഒന്നും പ്രശ്നമല്ല എന്ന് രേവതി പറയാം. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകരുതെന്നും പിന്നെ നമുക്ക് വേണം ആ കുഞ്ഞിനെയെന്നും രേവതി പറയാം. അപ്പോഴത്തേക്കും ശ്രീകാന്തിന് കരച്ചിൽ വന്നു രേവതി സച്ചിൻ പറയുന്നത് കേട്ടിട്ട്. അവരാ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ നമ്മൾ വലിയച്ഛനും വലിയമ്മയല്ലേ, അപ്പോൾ അവരെക്കാളും ഉത്തരവാദിത്വം നമുക്കാണെന്ന് സച്ചി രേവതിയോട് പറയുന്നു. കാരണം നമ്മളാ അവരെക്കാൾ വലിയവർ, വലിയച്ഛനും വല്യമ്മയും എങ്ങനെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചിരിക്കുകയും കരയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മളെ ആ കുഞ്ഞെ വല്യച്ഛാന്നും വല്യമ്മാന്നും വിളിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്നും പറഞ്ഞ് ഇവരും സ്വപ്നം കാണുന്നൊക്കെ ശ്രീകാന്ത് കേട്ടു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് ചെന്നു. എടാ നീ ഇതുവരെ ഉറങ്ങിയില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ ആഹാ എടാ എന്തു പറ്റി, നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് എന്താടാ എന്ന് ചോദിച്ചു ശ്രീകാന്തിനോട് സച്ചി. അപ്പോഴത്തേക്കും ശ്രീകാന്ത് സച്ചിയുടെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ചെറുപ്പത്തിൽ എന്നെ നോക്കിയിരുന്ന അതേ ഏട്ടനെ ഞാനിന്ന് കാണുന്നത് എന്ന് ശ്രീകാന്ത് സച്ചിയോട് പറയുക. അതേ മനസ്സുള്ള ഒരു ഏട്ടത്തിയെയും എനിക്ക് കിട്ടിയെന്നും എനിക്ക് മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്കും കിട്ടിയെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയാം കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുവാണേ. അക്കാര്യത്തിൽ എന്നെപ്പോലെ തന്നെ അവൾക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന കാര്യം ശ്രീകാന്ത് പറയണു. ചെറുപ്പം മുതലേ സച്ചേട്ടൻ ഇങ്ങനെ തന്നെ ആയിരുന്നെന്നും എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമായിരുന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞ് എനിക്കെന്തെങ്കിലും അസുഖം വന്നാൽ അത് മാറുന്നത് വരെ സച്ചേട്ടൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകുമായിരുന്നു എന്നും ശ്രീകാന്ത് പറയാം. സ്കൂളിൽ ആരെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ആദ്യം ഓടിയെത്തുന്നത് സച്ചേട്ടനായിരുന്നുവെന്നും പിന്നെ എൻ്റെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്ന ആ കെയർ ഇപ്പോഴും സച്ചേട്ടനുണ്ടെന്ന കാര്യം ശ്രീകാന്ത് പറയണേ. ഇതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് സങ്കടം വന്നു. പിന്നെ രേവതിയേട്ടത്തി സ്വന്തം അനിയനെയും അനിയത്തിയും പോലെ ഞങ്ങളെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പറയാം. നിങ്ങൾ കൂടെയുള്ളപ്പോൾ ഞാനെന്തിനാ പിന്നെ പേടിക്കുന്നത്, എനിക്കൊരു പേടിയുടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ കടമയല്ലേടാ എന്ന് സച്ചി അന്നേരം ചോദിച്ചു. അതെ, പക്ഷേ എല്ലാവരെ കൊണ്ടും അതൊന്നും പറ്റത്തില്ല സച്ചേട്ടാ, ചെയ്യാനും സാധിക്കില്ല. പറയുമ്പോൾ സ്നേഹമുണ്ടെന്നൊക്കെ പറയും, പക്ഷേ പ്രവൃത്തിയിൽ അതൊന്നും ഉണ്ടാവില്ല സച്ചേട്ടാ എന്ന് പറയും. നമ്മുടെ അച്ഛനും അച്ഛമ്മയും അങ്ങനെയാണ് എന്നെ വളർത്തിയതെന്നൊക്കെ സച്ചി പറയാം. ഒരാളുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കണമെന്ന് അവരെന്നെ പഠിപ്പിച്ചതാണെന്നും സച്ചി ശ്രീകാന്തിനോട് പറയണം. രേവതിയും അങ്ങനെ തന്നെയാണ് വളർന്നതെന്നും സച്ചി പറയാം. അപ്പോൾ ശ്രീകാന്തിന് ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം. ഇങ്ങനെ നിങ്ങളുടെയൊക്കെ സന്തോഷത്തിനേക്കാൾ വലുതായിട്ട് ഞങ്ങൾക്ക് വേറെ എന്താടാ ഉള്ളത്, വേറെ ഒന്നുമില്ല അല്ല രേവതി, പിന്നെ അല്ലാണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ രേവതി നിൽക്കുക. എടാ വർഷയുടെ കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റു, നീ ധൈര്യമായിട്ട് ഇരിക്കുക, അപ്പോൾ ദേ നീ ചെല്ല്, നീ അവളുടെ കൂടെ ഇരിക്കട്ടോ എന്നും പറഞ്ഞ് സച്ചി ശ്രീകാന്തിനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വർഷം ഞാനൊന്ന് പറയുന്നത് കേൾക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ അതെ അച്ഛൻ ഇത് കണ്ടോ, സ്റ്റുഡിയോയിൽ പോകേണ്ട, ലീവ് എടുക്കുക, ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു തന്നിട്ട് ഇവൾ കേട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വർഷ എന്തായാലും ഡോക്ടറെ കാണിക്കണമെന്ന് രേവതി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് ഇതേ ഒരു വണ്ടി വരുന്നു. ആ വണ്ടിയിൽ മഹിമ ഇറങ്ങി വരുന്നു. മഹിമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടി മഹിമ അങ്ങോട്ടേക്ക് കയറി വരിക കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. ആൻറ്റി കയറി വാ എന്നും പറഞ്ഞ് ശ്രീകാന്ത് വിളിച്ചു. ഭയങ്കര സന്തോഷത്തോടെയാണ് മഹിമ ഓടിച്ചാടി കയറി വരുന്നത്. അങ്ങനെ ഓടി വന്ന് മോളേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക വർഷയെ. അപ്പോൾ അമ്മ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും വർഷയുടെ മുഖം പുഞ്ചി കൊണ്ടിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ദേ മോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ എൻ്റെ മോളൊരു അമ്മയാകാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം കേട്ടോ. ഞാനൊരു അമ്മമ്മയാകാൻ പോകുന്നെന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ എന്നും പറഞ്ഞുകൊണ്ട് മഹിമ ഇങ്ങനെ പറയാം കേട്ടോ. ചിരിച്ചോണ്ട് തന്നെ നിൽക്കുകയാണ് വർഷ. മഹിമയെന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു, ഇത്ര നേരത്തെ എത്തുമെന്ന് കരുതിയില്ലെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം എനിക്ക് വീട്ടിൽ ഇരുത്തം വേണ്ട എൻ്റെ ചന്ദ്രനെ. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ പറയാം, എപ്പോഴെങ്കിലും നീ അമ്മയുടെ ആഗ്രഹം സാധിച്ച് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് മഹിമ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ മഹിമേ? ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം അല്ലേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പം അതെ, രവിയേട്ടൻ പറഞ്ഞത് 100% ശരിയാണെന്ന് മഹിമ അന്നേരം പറഞ്ഞു. ആ സമയം ഇവരിങ്ങനെ നോക്കി നിൽക്കുക. എന്താടി കുന്തം പിഴിഞ്ഞതുപോലെ നിൽക്കുന്നത്, പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട ചന്ദ്രമതി, ആൻറ്റി ഇരിക്കുക ആൻറ്റി എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അപ്പം മോള് വാ എന്ന് പറഞ്ഞ് മഹിമയെ വർഷയെ അടുത്തിരുത്തി ജിലേബിയൊക്കെ കൊടുക്കുക, മധുരമൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ അതേ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്താ അമ്മയെ എടുക്കണേന്ന് ചോദിച്ചു. അമ്മയുടെ വക മോൾക്ക് ചെറിയൊരു ഗിഫ്റ്റ്, അതാ തുറന്നു നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റും വർഷയെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ചന്ദ്രയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. രേവതിയും സച്ചിയും തൊട്ടരികിൽ നിൽക്കുന്നു. ശ്രീകാന്ത് നോക്കുന്നു. നീ തുറന്നു നോക്കടാ, എന്താണെന്ന് അറിയണ്ടേ, തുറക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് തുറന്നു നോക്കാനായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു വർഷ. ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ വർഷയെ തന്നെ അന്താളിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. വർഷയുടെ മുഖത്തെ ആ ഒരു സന്തോഷമില്ലായ്മയൊക്കെ. നീ എന്താ വല്ലാതിരിക്കുന്നത്, മുഖത്തൊരു സന്തോഷമില്ലല്ലോ എന്ന് മഹിമ അന്നേരം ചോദിച്ചു വർഷയോട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സങ്കടത്തിൻ്റെ ആ ഒരു ഇതിലിരിക്കുവാണ്. ശ്രീകാന്ത് നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് മഹിമ ചോദിച്ചപ്പം ഞാനൊന്നും പറഞ്ഞില്ല ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയാം. അവനൊന്നും പറഞ്ഞില്ല, പക്ഷേ അവളുടെ അടുത്ത് തറയിലൊന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സച്ചി ദേഷ്യപ്പെട്ടപ്പോൾ സച്ചേട്ടാ എന്ന് രേവതി. പിന്നെ ചോദിച്ചത് കേട്ടില്ലേ, ഇവന് ശ്രീകാന്ത് എന്തെങ്കിലും പറഞ്ഞോന്ന്, അങ്ങനെയാണോ ചോദിക്കേണ്ടതെന്ന് സച്ചി ചോദിക്കാം. അവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല മഹിമേ എന്ന് രവിയേട്ടൻ പറഞ്ഞു. അമ്മ എന്നെ കാണാനല്ലേ വന്നത്, കണ്ടല്ലോ, ഇനി പൊക്കോളാൻ പറഞ്ഞു വർഷ. അങ്ങനെ എനിക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു മഹിമയെ. നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണ്ടേ? അപ്പോൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞു തരാൻ? കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് വർഷ. അമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം ഇപ്പം നീ ജോലിക്കൊന്നും പോകണ്ട, കുറച്ച് നാൾ നീ ലീവ് എടുത്ത് വിശ്രമിക്കണമെന്ന് മഹിമ പറയുന്നു. ശരീരം ശ്രദ്ധിച്ചോളണം, മനസ്സിനെ കുഴപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നൊക്കെ പറയൂ കേട്ടോ. അതിനുള്ള അന്തരീക്ഷം ഈ വീട്ടിലുണ്ടോ? നീ ഡെലിവറി കഴിയുന്നത് വരെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ മഹിമ ചോദിച്ചപ്പം അതെന്താ മഹിമ അങ്ങനെ ഒരു പറച്ചില്ലെന്ന് ചോദിച്ചു രവിയേട്ടൻ. അതെ, ഇവിടെ എന്താ പ്രശ്നം? കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ അവൾ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത്, ഇവൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടോ എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചു. അതിന് മുമ്പത്തെ പോലെയാണോ ഇപ്പോൾ ഇവള് പ്രഗ്നൻ്റാ. അപ്പോൾ ഈ വീട്ടിലാണെങ്കിലോ എന്നും വഴക്കും തമ്മിലടിയും. ഈ സമയത്ത് എൻ്റെ കൊച്ചിന് ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഇങ്ങനെ മഹിമ അവിടെ ഇരുന്ന് പറഞ്ഞപ്പം ഇവിടെ എന്നും വഴക്കം തമ്മിലടിയാണെന്ന് ആൻറ്റിയോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു ശ്രീകാന്ത്. ഞാൻ ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത് ശ്രീകാന്തേ. ആൻറ്റി അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി, ഇവിടെ വർഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് രേവതി അന്നേരം പറഞ്ഞു. മോളെ നോക്ക്, നീ ഇടയ്ക്ക് ഡോക്ടറെയൊക്കെ കാണണം കേട്ടോ, നല്ല ഭക്ഷണമൊക്കെ വേണം കഴിക്കാൻ, ഒരാൾ കൂടെ തന്നെ വേണം കേട്ടോ. ഇതുണ്ടല്ലോ അമ്മ അങ്ങോട്ട് വരാനൊക്കെ പറയുന്നത് ഡെലിവറി കഴിയുന്നത് വരെ നമുക്ക് വീട്ടിൽ കഴിയാമെന്ന് പറഞ്ഞപ്പം അതെന്താ ഞങ്ങളൊക്കെ മോശം ഭക്ഷണമാണോ കഴിക്കുന്നതെന്ന് ചോദിച്ചു സച്ചി. നിൻ്റെ പൊന്നെയൊന്നും നിർത്ത്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, അമ്മ പോകാൻ നോക്ക്, എനിക്ക് സ്റ്റുഡിയോയിൽ പോകണം, ഇപ്പോൾ തന്നെ ലേറ്റ് ആയെന്ന് വർഷം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു മഹിമ. പിന്നെ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ് അയക്കാം, ഇനി അതും വേണ്ടെന്ന് പറയരുത്. അപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് വർഷ മഹിമയോട് പറഞ്ഞു. ക്യാഷൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും വർഷ പറയാം. അന്നേരം ആൻറ്റി എനിക്ക് ഇവളെ നന്നായി നോക്കാനുള്ള കഴിവും മനസ്സും ഉണ്ട്, അത് ഇവൾക്കും അറിയാം. ആ ഒരു ധൈര്യത്തിലാണ് ഇവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നതും. തൽക്കാലം ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഹിമയ്ക്ക് അത് ഇൻസൾട്ട് പോലെയായി. ആ സമയത്ത് ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ അമ്മ വെറുപ്പിച്ചിട്ടാ പോവാറ്, അതൊരു കാരണം അമ്മയുടെ നാക്കാണെന്ന് മഹിമയോട് വർഷ പറയുമ്പോൾ വർഷേ ഞാൻ വെറുതെ അല്ല പറയുന്നതെന്ന് നിനക്ക് എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാകും, ഡെലിവറിക്ക് മുന്നേ തന്നെ നിനക്ക് വീട്ടിലേക്ക് വരേണ്ടി വരുമെന്ന് മഹിമ പറയാം. അതും പറഞ്ഞ് മഹിമ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. വർഷേ സമയങ്ങളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങോട്ടില്ല മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് തുള്ളിച്ചാടി വർഷ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. വർഷയുടെ പോക്ക് കണ്ടപ്പോൾ ഇവരാകെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക അവിടെ. അത് കഴിഞ്ഞ് പിന്നെ മധുസൂദനൻ അവിടെ ബാറിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ഒരു ചേട്ടൻ വന്നു. വന്നിരുന്ന് ഈ മധുസൂദനോട് സംസാരിക്കുകയാണ്. അപ്പോൾ മധുസൂദനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്, ജോലി ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളെ ഈ മധുസൂദനൻ അറിയാം. അപ്പോൾ മധുസൂദനൻ അദ്ദേഹത്തിൻ്റെ കാര്യം ചോദിച്ചപ്പം അദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യം പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ മധുസൂദനൻ ഞെട്ടിപ്പോയി.
ഞാൻ കാണാൻ പോയതായിരുന്നു. റിട്ടയർഡ് ചെയ്തതിന് ശേഷം പാലക്കാടായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം എന്നൊക്കെ പറഞ്ഞു. അയ്യോ എന്തു പറ്റി, അസുഖമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ കുറച്ച് നാളായി ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ആരും കരുതിയില്ല എന്നൊക്കെ പറഞ്ഞു. ഓ കഷ്ടമായി പോയല്ലോ. അപ്പോൾ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ പോയതാ. ശവസംസ്കാരവും തുടർന്നുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞു. മരിക്കുമ്പോൾ ഒരിറ്റ് വെള്ളം കൊടുക്കാൻ പോലും അടുത്തുണ്ടായിരുന്നില്ല. അപ്പം എന്തു പറ്റി, ഭാര്യയും മക്കളും ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ലേ? അപ്പം എല്ലാവരും ഉണ്ട്, പക്ഷെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നും ഒരു കാര്യമില്ലാതെ എല്ലാവരും ശത്രുക്കളാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ. ഇത് കേട്ടപ്പോൾ മധുസൂദനൊരു വല്ലാത്തൊരിത്. ഒരു മോളുണ്ട്, അവൾ പ്രണയിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കനെ കല്യാണം കഴിച്ചായിരുന്നു. അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. അന്ന് മുതൽ മകളുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറയാം. പിന്നെ അയാൾ അറിയാതെ ഭാര്യ ഇടയ്ക്ക് മോളെ പോയി കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. മകള് പ്രഗ്നൻ്റ് ആയപ്പോൾ ചെന്ന് കണ്ടത് അദ്ദേഹം അറിഞ്ഞു. കാണുന്നത് വിലക്കുകയും ചെയ്തു. മകള് പ്രസവിച്ചപ്പോൾ അമ്മ പോയി കണ്ടു. ആ കാരണവും പറഞ്ഞ് ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. മധുസൂദനൻ്റെ അതേ കഥ തന്നെ. ഇപ്പം മകൾക്കും ഭർത്താവിൻ്റെയും കൂടെയാണ് അവർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യയും മകളെയും ബന്ധുക്കളെയൊക്കെ അദ്ദേഹം കണ്ടത് ശത്രുക്കളെ പോലെ ആയിരുന്നു. മാനസികമായി വല്ലാണ്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവസാനം അസുഖമായി കിടക്കുമ്പോൾ പോലും അവർ തിരിഞ്ഞു നോക്കിയില്ല എന്നും പറഞ്ഞു. മരിച്ചപ്പോഴും അവരാരും വന്നില്ല. അപ്പോൾ ഇതേ സ്വന്തം മകളോടും കുടുംബത്തോടും അയാൾ എന്തിനാ ശത്രുത വെച്ചുകൊണ്ടിരുന്നത്? ഇഷ്ടം പോലെ കാശുണ്ട്, എന്നിട്ടെന്താ കാര്യം? എല്ലാവരും ഉണ്ട്, എങ്കിലോ ആരും ഇല്ലാത്തൊരു അനാഥനെ പോലെ അങ്ങ് പോയി എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ മധുസൂദനൻ്റെ അതേ ഇത് തന്നെ. അത് കേട്ട് മധുസൂദനന് വല്ലാത്ത എന്നാ പറയുന്നത് മനസ്സിൽ തട്ടിയ ആ ഒരു കാര്യം. അത് കേട്ടിരുന്ന് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന മധുസൂദനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.